നൂല് വരും. ഇതാ ഇറച്ചിതാ, ഇതിലെല്ലാ സാധനവും ഇട്ട് ഇങ്ങനെ ആക്കിയാലേ അത് നൂല് പോലെ. മീറ്റ് മാത്രമല്ല, ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇടാം, എല്ലാം മുറിച്ചെടുക്കാം. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മുന്നൂസ് ചാനൽ. എന്തൊക്കെയാണ് മക്കളെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞമ്മക്ക് ഒരുവിധം സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നൊന്ന് എല്ലാവരും നമ്മളെ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നത് കേട്ടോ. വീഡിയോ കണ്ട് പകുതിയാകുമ്പോൾ ഒന്ന് ലൈക്ക് അടിച്ചേക്കാണ്ടി. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും അമർത്തി നമ്മളിടുന്ന വീഡിയോസൊക്കെ കാണും കേട്ടോ. നമുക്ക് വൈകുന്നേരത്തേക്ക് മുട്ട റോസ്റ്റുമാണ്, വെള്ളപ്പം കേട്ടോ. വെള്ളപ്പത്തിന് അരി രാവിലെ പുതിർത്താനൊക്കെ മറന്നു വയ്ക്കുക. അപ്പോൾ 1 മണിയൊക്കെ ആയപ്പോഴാണ് അരി പുതിർത്തുന്നത്. 2 പാട്ട് അരി നല്ലോണം കഴുകിയിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് പിന്നെ 1 സ്പൂണ് പഞ്ചസാര ഇട്ടിങ്ങാൻ പുതിർത്തി അവിടെ വെച്ചതാട്ടോ. അന്നപ്പോൾ തേങ്ങാവെള്ളവും കൂട്ടില്ല, തേങ്ങയും കൂട്ടില്ല, ചോറും ഒന്നും കൂട്ടില്ല. പിന്നെ അരിക്കും വേണം അതൊക്കെ കൂട്ടിയെടുത്ത് പിന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പാട്ടോ ഞാൻ ഈ അരി അരിച്ച് ഞാൻ പിന്നെ ചുടലും തുടങ്ങിയിട്ട് 1/2 മണിക്കൂറൊക്കെ വെച്ചിരുന്നിട്ടേ ഉള്ളൂ. ഇവിടെ നല്ല ചൂടായ കൊണ്ട് മാവൊക്കെ വേഗം പുളിച്ച് പൊങ്ങി കിട്ടുമല്ലോ. വെള്ളപ്പം ചുടലും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കാക്കനപ്പം നെസ്റ്റോലൊക്കെ പോയതാണ് കേട്ടോ. മുത്തും മക്കളും മോനൊക്കെ നേരത്തെ പോയിക്കുന്ന ഓല കൂടെ പാമറ ഞാൻ പോയില്ല അതിനും. അന്നപ്പം എൻ്റെ പണിയിട്ട് കഴിഞ്ഞിട്ടില്ല. പിന്നെ പോയപ്പോൾ എന്നോട് അറിഞ്ഞെങ്കിൽ പോരുന്നേ പോരി ഓലെത്താൻ ഇറക്കി തിരങ്ങി ഓലെ വിളിച്ച് നോക്കുന്നതാണ്. അങ്ങനെ ഓലെ വിളിച്ചൊക്കെ പോലും നെസ്റ്റോലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓലെടുത്തി പിന്നെ അതിലൂടെ ചുറ്റി കറങ്ങാൻ ഇതൊക്കെ ഒന്ന് കാണുക കേട്ടോ. അത് കണ്ടോ, എണ്ണ ഒഴിച്ചെടുക്കുന്ന പാത്രമാണെന്ന് തോന്നുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു അരിപ്പയൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ചൂടുള്ള എണ്ണയൊക്കെ നമ്മൾ അരച്ച് ഒഴിച്ച് വെക്കൂലേ, പപ്പടമൊക്കെ പൊരിച്ചാലല്ലേ വേറെ എന്തെങ്കിലും പൊരിച്ചേക്കാണെങ്കിലൊക്കെ അങ്ങനെ അരച്ച് ഒഴിച്ച് വെക്കാനുള്ള പാത്രമാണെന്ന് തോന്നുന്നുണ്ട്. നല്ലൊരു ഉപകാരമുള്ള പാത്രമാണ് കേട്ടോ. വാങ്ങിക്കുകയാണെങ്കിലൊക്കെ നല്ലതാണെന്നൊക്കെ തോന്നുന്നത്. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കണ്ടിങ്ങനെ അതിലൂടെ ചുറ്റി കറങ്ങി നടന്നിട്ടോ. അതുകൊണ്ട് ഇതൊരു ചോപ്പറാണ്, പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യുന്നത്. ഈ പ്രാവശ്യം ഞങ്ങളവിടെ പോയപ്പോൾ അതിന് റിയാലേ ഉള്ളേനു കേട്ടോ. ഇപ്രാവശ്യം പോയപ്പോൾ 2 റിയാൽ കാണുന്നുണ്ട്. അന്ന് ഓഫറിലായിരുന്നു. ഇതൊക്കെ ഓഫറിൽ വാങ്ങുമ്പോൾ നല്ല വില കുറവുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഓഫർ ഉണ്ടാവും കേട്ടോ. അന്നപ്പം പിന്നെ നമ്മൾ പോകുകയില്ല, വാങ്ങുകയില്ല. പിന്നെ പോകുമ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങും. അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ പെണ്ണുങ്ങളെ സ്വഭാവമല്ലേ, എല്ലാ സാധനവും കണ്ടോ നോക്കിയല്ലോ. അടുക്കള സാധനം കണ്ടാലും വാങ്ങിയാലും പെണ്ണുങ്ങൾക്ക് മതിയാവില്ലല്ലോ അല്ലേ. പൈസ ഉള്ളപ്പം വാങ്ങുക, പൈസ ഇല്ലാത്തപ്പം വാങ്ങാണ്ടൊക്കെ ഒന്ന് കണ്ടെങ്കിൽ പോരെ, അങ്ങനെയൊക്കെ കേട്ടോ ചെയ്യല്. അല്ലെങ്കിൽ ഇവിടുന്ന് ഒക്കെ വാങ്ങിയിട്ട് കൊണ്ടുപോകാനും ആവില്ലല്ലോ. ലഗേജ് കൂടിയിട്ട് പിന്നെ അതിന് വേറെ എക്സ്ട്രാ പൈസ കെട്ടേണ്ടി വരും, അല്ലെങ്കിൽ സാധനം ഇവിടെ എടുത്തേക്കേണ്ടി വരും. അതിലൊന്നും കാര്യമല്ല. പിന്നെ അതിലൂടെ ചുറ്റിക്കറങ്ങിയൊക്കെ ഒന്ന് കണ്ടു പോന്നിട്ടോ. പിന്നെ വീഡിയോസൊക്കെ എടുത്ത് കുറേ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ട് ബൂതി മാറ്റിയിട്ടോ. ഇതൊക്കെ അരിപ്പയൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്തിനുള്ളതെന്ന് ആർക്കറിയാം. പാത്രത്തിൽ എണ്ണയൊക്കെ വന്നിട്ട് അരിപ്പയിൽ എന്തോ വെച്ച് ഇങ്ങനെ പൊരിച്ചെടുക്കാൻ അങ്ങനെ ഉണ്ടായിരിക്കും, ചട്ടിയിലിടാണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് വിചാരിക്കും. ഓർമ്മയിലിട്ടോ, ഓർമ്മയുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാണ്ട് എന്തിനുള്ളതാണ്. പിന്നെ നിൽക്കുന്ന കാസറോള് പല മോഡലിലുണ്ട്, പല തരത്തിലുണ്ട്, പല കളറിലുണ്ട്. ഏത് മോഡൽ വേണമെങ്കിലും വലുപ്പത്തിലും ചെറുപ്പത്തിലും ഒക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ കണ്ട് ഞാനൊന്ന് വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. ഞാനൊന്നും വാങ്ങുന്നില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിന് ഇവിടെ ഉണ്ട്. പിന്നെ ആണെങ്കിൽ ആവശ്യത്തിന് പൊരയിലും ഉണ്ട്. പിന്നെ അനാവശ്യമായിട്ട് വാങ്ങിക്കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എവിടെയൊക്കെ ചുറ്റി കറങ്ങി നടന്നൊക്കെ കണ്ട് പൂതി മാറ്റിട്ടോ. അങ്ങനത്തെ ഷോപ്പിലൊക്കെ പോയിക്കുകയാണെങ്കിൽ മക്കളെ ഞാൻ അടുക്കള സാധനത്തിൻ്റെ അടുത്തൊക്കെ മണ്ടുക, മുത്ത് ഡ്രസ്സിൻ്റെ അടുത്തൊക്കെ മണ്ടുക. ഡ്രസ്സൊക്കെ കാണാനൊക്കെ ഇഷ്ടമായിട്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോനെ കാണാൻ ഇഷ്ടമുള്ള അടുക്കള സാധനങ്ങളാണ്. വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിൽ ഞാൻ എൻ്റെ ചുറ്റുപാടും ഇങ്ങനെ നടന്ന് നോക്കും. ഈ നെസ്റ്റോയിൽ നല്ല ഓഫർ വരികയാണോ അല്ലെ, നെസ്റ്റോൻ്റെ ആനിവേഴ്സറി ആണോ അല്ലെ, അതിനെക്കൊണ്ട് ഈ മാസം നല്ല ഓഫർ ഉണ്ടാവും എന്നൊക്കെ പറയും നിൽക്കുന്നത്. പകുതി വില ഉണ്ടാവും സാധനത്തിനൊക്കെ. പൈസ ഉള്ളവരൊക്കെ പോയി വാങ്ങിക്കുവാണ്ട് കേട്ടോ. പൈസ ഉള്ളവരൊക്കെ ഈ പ്രാവശ്യം പോയി വാങ്ങിക്കുവാണ്ടി. പൈസ ഇല്ലാത്തവരൊക്കെ ഈ പ്രാവശ്യം പോയി ഇങ്ങനെ ഒന്ന് കണ്ട് പോരാണ്ടി. ഇൻഷാ അല്ലാഹ് നമുക്ക് യോഗ ഉണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം വാങ്ങാമല്ലോ. അടുത്ത പ്രാവശ്യം ഉണ്ടാകില്ല ആനിവേഴ്സറി ഒക്കെ, അത് കൊല്ലത്തിലുണ്ടാകുന്നതല്ലേ. പിന്നെ ഈ ഒരു സാധനങ്ങൾ ആരെങ്കിലും കണ്ടിക്കോ. ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ. അത് കണ്ടപ്പോൾ ഒന്ന് എടുത്ത് നോക്കിയാൽ തന്നെ. അപ്പം വീഡിയോ എടുത്ത് നിങ്ങൾക്കൊന്ന് കട്ടിത്തരാമല്ലോ എന്ന് വിചാരിച്ച്. നമ്മൾ അരിയൊക്കെ പൊടിക്കുന്ന സാധനം പോലെ ഒക്കെ മില്ലിലൊക്കെ ഉണ്ടാകുന്നേ. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്താണോ കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് അതിട്ട് കൊടുത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ സൈഡിൽ കൂടിയാണ് ആ പെട്ടിമ നിങ്ങളുടെ റോൾസ് അതിൻ്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് വരും പോലെ കേട്ടോ നീളത്തിൽ. ഇത് നല്ലൊരു ദോശച്ചട്ടിയാണ് കേട്ടോ. നല്ല കനണ്ട് ഇരുമ്പിൻ്റെ ചട്ടിയാണ്. നമ്മുടെ നാട്ടിലത്തെ ഇരുമ്പിൻ ചട്ടി ഉണ്ടല്ലോ, അതുകൊണ്ട് നിൽക്കുന്നുണ്ട്. മലപ്പുറത്തുകാരെ സീയപ്പോൾ നമ്മുടെ നാട്ടിലെ ദോശയൊക്കെ ചുടാനൊക്കെ ഫസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് ഇറക്കി വെക്കാനും മരത്തിൻ്റെ ഒരു സാധനമാണ് കേട്ടോ. നമ്മളെ കട്ടിംബോർഡൊക്കെ പോലത്തെ ഒരു സാധനമാണ്. പിന്നെ ഈ ചട്ടിൻ്റെ ആകൃതിയിൽ ഒരു വട്ടം വരച്ചിങ്ങനെ കുയ്യാക്കി വെച്ചിരിക്കുന്നു. ചൂടോടൊക്കെ ഇറക്കി വെക്കാൻ സുഖമാണല്ലോ. പിന്നെ ഇങ്ങനത്തെ ഓരോ കുന്ത്രാണ്ടങ്ങളൊക്കെ അവിടത്തേക്ക് അടുത്ത് നിന്നൊക്കെയാണ് തീരൂല മക്കളെ. ഞാൻ എൻ്റെ ഒരു എരിയത്തൂടിയേ പോയുള്ളൂ കേട്ടോ. പിന്നെ ഇത് നമ്മളെ നാട്ടിലൊക്കെ ഉള്ള സാധനമാണ്, ഉള്ളിയൊക്കെ കട്ടിക്കുന്ന സാധനം കേട്ടോ. ഇതിൻ്റെ ചെറിയ സാധനം ഞാനും വാങ്ങിയിരുന്നു. പിന്നെ ഒരിക്കുന്ന സാധനത്തിൻ്റെ സൈഡ് വിട്ടു എനിക്കൊണ്ട് പിന്നെ ഒഴിവാക്കിയതാണ്. മുകളിലുള്ള സാധനം അങ്ങോട്ട് ഊരി എടുത്തേക്കാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഉള്ളി, വലിയ ഉള്ളിയോ ചെറിയ ഉള്ളിയോ ഒക്കെ ഇട്ട് എടുത്തേക്കാണെങ്കിൽ പിന്നെ ഒരിച്ചു എടുത്താൽ മതി കേട്ടോ. ഈ വെള്ള സാധനം ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിലേക്ക് വലിയ ഉള്ളിയോ ചെറിയ ഉള്ളിയോ ഒക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ അടുപ്പിട്ടിങ്ങനെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടിയായിട്ട് ഇതാക്കി കൊടുത്തേക്കാണെങ്കിൽ ഇങ്ങനെ ഒരിച്ചു കൊടുക്കുക. എൻ്റെ ഒരു കൈ ഫോണിലേക്കും കൂടെ കേട്ടോ, നല്ലോണം കാട്ടിത്തരാൻ പറ്റാത്തത്. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുത്തേക്കാണെങ്കിൽ ബ്ലേഡിൻ്റെ അടുത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഏത് ഭാഗത്തിനാണോ വേണ്ടിയ ചായ കിട്ടും. നൈസായി കിട്ടും. എല്ലാ ഭാഗത്തിനൊന്നും ആവില്ല, ഒറ്റ ഇതിലായി കിട്ടും. പിന്നെ ഉള്ളി കട്ട് ചെയ്യുമ്പോൾ വലിയ സൈസായി കിട്ടാൻ വേണ്ടിയിട്ട് ആ ബ്ലേഡിൻ്റെ അടുത്ത് സ്ക്രൂ ഉണ്ടാവുന്ന ലൂസായി കൊടുത്തേക്കാണെങ്കിൽ ഒന്നൊരു പൊന്തിയുണ്ടൊക്കെയല്ലോ. നാട്ടിലത്തേന് അങ്ങനെ ഉണ്ടായി കേട്ടോ. ഇതിനങ്ങനെ ഉണ്ടോ ഞാൻ ശ്രദ്ധിച്ചില്ല. അതൊക്കെ നമുക്ക് ഉപകാരമുള്ള സാധനമാണ്. പിന്നെ മക്കൾക്ക് ഫ്രഞ്ച് ഫ്രൈസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി നോക്കാം കേട്ടോ. അതൊക്കെ നമ്മളിവിടുന്ന് പൊരിച്ച് വാങ്ങുമ്പോൾ വലിയ പൈസ ആണ് മക്കളത് കൊണ്ടുപോകും. നമ്മൾ പൊരിച്ചേക്കാൻ അത്ര പൈസ ഒന്നും ആവില്ല.
കെച്ചപ്പും കൂട്ടി കഴിക്കാൻ മക്കൾക്കാണ് ഇഷ്ടമാണ്. നാട്ടിൽ നിന്നാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മായ ഇങ്ങനെ കഴിക്കലുണ്ട് കേട്ടോ. ഇങ്ങനെ പൊരിച്ചിങ്ങനെ നമ്മളിനി എങ്ങനെ ഉണ്ടാക്കി പൊരിച്ചാൽ അത്ര ടേസ്റ്റ് കിട്ടും. മക്കളെ നിങ്ങളോടൊക്കെ പ്രത്യേകം കാര്യം പറയാനുള്ളത്, നിങ്ങളൊക്കെ താങ്ക്സ് കിട്ടും നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന്. മുന്നോട്ട് ഞാൻ നിങ്ങളെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുകയാണ്. നമ്മളെ വീഡിയോ കണ്ട് കുറച്ച് ആൾക്കാരൊക്കെ നമുക്ക് എപ്പോഴും കമൻറ്റ് ചെയ്യലുണ്ടായിരുന്നു. ഓരോ തിരക്കിലായിട്ടായിരിക്കും ഇപ്പോൾ കമൻറ്റൊന്നും കാണില്ല, വീഡിയോ കാണലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും മക്കളെ നിങ്ങൾക്കൊരു ഹായ് വിട്ടേക്കാണ് കേട്ടോ. നിലയ്ക്കൊരു സമാധാനമാണല്ലോ, നിങ്ങളൊക്കെ അവിടെ ഉണ്ടെന്ന് വിചാരിക്കാമല്ലോ. പിന്നെ ഒരു സന്തോഷ വാർത്തയോട് പറയാൻ കേട്ടോ, നമ്മളെ ഫാമിലിയിലുള്ള മലപ്പുറത്തുള്ളത് റസീന എന്ന് പറഞ്ഞ ആൾ, റസീന അസ്കർ എന്നാണ് കേട്ടോ പേര്. നമ്മളെല്ലാ വീഡിയോസിനും കമൻറ്റ് ചെയ്യലുണ്ട്. ഓല നാട് ഏതാണെന്നോ പേരെന്താണെന്നോ കുടുംബത്തിനെ പറ്റി ഒന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഓല വയസ്സൊന്നും അറിയില്ല. ഞാൻ വിചാരിച്ച എന്നെക്കാൾ എത്രയോ പ്രായം കുറഞ്ഞ ആളാണെന്നാ. അങ്ങനെയല്ല കേട്ടോ, ഞാൻ ഓളും സെയിമാണ്. എന്നെക്കൂടെ എത്താത്തൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാട്സപ്പ് ചെയ്തെങ്ങാനും വിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ പറയുകയൊക്കെ ചെയ്യൽ തുടങ്ങി കേട്ടോ. അതുപോലെ എല്ലാവരെയും കാണാനും എല്ലാവരുടെ വിവരങ്ങളും അറിയാനൊക്കെ ആഗ്രഹമുണ്ട്. എൻ്റെ വിവരങ്ങളൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെ വീഡിയോ കാണുന്നതുകൊണ്ട് അറിയാൻ പറ്റുമല്ലോ. പിന്നെയാണെങ്കിൽ ആരെയും പേരും അറിയാമല്ലോ, ഐ ഡിയിലൊക്കെ ആ പേരൊക്കെ വ്യത്യാസം ഉണ്ടാകുമല്ലോ. അപ്പോൾ അതാണല്ലോ നമ്മൾ കാണുക. ഓരോ ഒറിജിനൽ പേരും നമുക്ക് മനസ്സിലാകില്ല. പിന്നെ അവരോട് ചോദിക്കണമല്ലോ പേരെന്തെന്നാ നോക്കാം. യൂട്യൂബ് തുടങ്ങിയത് കൊണ്ട് നമുക്ക് പുതിയ ഫാമിലിനൊക്കെ കിട്ടിയിട്ടോ. അതിനെക്കൊണ്ട് നല്ല സന്തോഷമുണ്ട്. ഒരു മെസ്സേജ് അയക്കുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല സന്തോഷം തന്നെയാണ് കേട്ടോ. നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പിന്നെയാണ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുകയും ചെയ്യും. പിന്നെയും വീഡിയോ ഇടാനൊക്കെ തോന്നും കേട്ടോ. പിന്നെ ആരും കമൻറ്റ് ചെയ്യുകയും മൈൻഡ് ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് തോന്നൂലേ ഇനിയിപ്പം എന്തിനിട്ട് ആരും കാണാനില്ല, ആരും കമൻറ്റ് ചെയ്യുന്നില്ല, ആരും ലൈക്ക് ചെയ്യുന്നില്ല, ഇനിയിപ്പം എന്തെങ്കിലും ഇടാനാന്ന് വിചാരിച്ചാൽ നമ്മൾ പിന്നോട്ടായി പോകുമല്ലോ. ഏതായാലും നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ ആവശ്യങ്ങൾ. സപ്പോർട്ട് ചെയ്യുന്നതിനെ കൊണ്ട് എനിക്ക് ഇനിയും വീഡിയോ ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ഞാൻ ഇനിയും സ്ഥിരമായിട്ട് വീഡിയോ ഇടുകയും ചെയ്യും. ഇനി മുന്നോട്ട് നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും താങ്ക്സ്. നിങ്ങളോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. അതാ പിന്നെയും ഞാനിങ്ങനെ പറഞ്ഞു വന്ന്. കുറേ സമയമായി മുത്ത് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റേറ്റ് അറിയാൻ വേണ്ടി ഈ കുന്ത്രാട്ടത്തിൻ്റെ ചുവട്ടിൽ വെച്ച് നോക്കുന്നു കേട്ടോ. 1.685 Real. ഓള് ഫസ്റ്റ് വെച്ചൊക്കെ പാളിപ്പോയിട്ടോ. പിന്നെ മോൻ്റെ കൊടുത്ത് മോൻ വെച്ചപ്പൊക്കെ റെഡിയായി കിട്ടി. പിന്നെ ഓളാണ് കെച്ചപ്പെടുത്ത് വെച്ച് നോക്കുന്നത്. എന്നാൽ ഇതും റെഡി ആയിട്ടോ. എല്ലാത്തിൻ്റെ വില അവിടെ തന്നെ എഴുതിയൊക്കെ കിട്ടോ. പിന്നെ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ചുവട്ടിലൊന്ന് വെച്ച് കൊടുത്തേക്കാണെങ്കിൽ കമ്പ്യൂട്ടർ ചേച്ചി അങ്ങ് പറഞ്ഞു തരും. അവിടെ എഴുതി കാണിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ സാധനം കണ്ടോ നിങ്ങൾ? ഇത് കാരക്കൻ്റെ എന്തൊരു പേസ്റ്റാന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് മൈലാഞ്ചി എങ്ങാനാണ് എന്നാ. ഇവിടെ കുട്ടികളെ കാലിനിടയിലൊക്കെ മൈലാഞ്ചി ഇട്ട് കൊടുക്കലുണ്ട്. പെരുന്നാൾ തലേന്നു അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ കല്യാണത്തിന് നന്നിടും പോലെ ചില ഭാഗത്തേക്കൊക്കെ ഇവിടെ ഇടലുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. അങ്ങനത്തെ മൈലാഞ്ചി ഞാൻ വിചാരിച്ച് ഞാനൊന്ന് എടുത്ത് വായിച്ച് നോക്കി കേട്ടോ. അപ്പോഴാണ് കാരക്കൻ്റെ പേരൊക്കെ കാണുന്നത്. അന്നപ്പോൾ മനസ്സിലായത് കാരക്കൻ്റെ പേസ്റ്റാണെന്ന്. പേസ്റ്റ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നു. പിന്നെ കുറേ ചീരമുട്ടായി ഉണ്ട്, മധുരമുട്ടായി ഉണ്ട്, ജോക്കർ ഉണ്ട്. പണ്ടത്തെ ജോക്കർ ഇട്ടോ ഒക്കെ എപ്പോഴും ഉണ്ട്. ഇപ്പം കഴിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്കൊക്കെ വാങ്ങാൻ പറ്റിയ എല്ലാ സാധനവും ഈ നെസ്റ്റോലൊക്കെ ഉണ്ട് കേട്ടോ. ബില്ലടിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ സാധനം കാണുന്നത് കേട്ടോ. ഇതാണോ? ഉണ്ടാക്കാതാ വേണ്ടി ഇതിട്ടാ വേണ്ട. അത് ചോക്ലേറ്റ് അല്ല. മക്ക കഴിച്ച സാധനമൊക്കെ വാങ്ങിക്കൊടുത്ത് പിന്നെ ബില്ലാക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. സാധാരണ ഞങ്ങൾ ട്രോളിയൊക്കെ എടുത്തിട്ടാണ് സാധനമൊക്കെ അതിലിടൽ. ഇന്നിപ്പോൾ ട്രോളിയിലേക്കുള്ള സാധനം ഇല്ലാത്തത് കൊണ്ട് മുത്ത് തൊക്കിലൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്നതാണ്. ആ ട്രോളി കളിയാക്കി ചെയ്ത് കിട്ടും. ഇനി ഇന്നത്തെ പണ്ടത്തെ വയസ്സന്മാരെ അത് തൊക്കിലൊക്കെ പിടിച്ച് നടക്കുന്നത്. കാണുന്ന സാധനങ്ങളൊക്കെ ഞങ്ങളന്ന് വാങ്ങിയിട്ടോ. അങ്ങനെ സാധനമൊക്കെ വാങ്ങി ബില്ലാക്കി ഞങ്ങൾ പുറത്തിറങ്ങി നിൽക്കുകയാണ്. ഒരു പുറത്തിറങ്ങി എന്നെ കാത്തിക്കാണ്. ഞാൻ ലാസ്റ്റ് ആട്ടോ വരുന്നത്. മക്കൾ വാങ്ങിയ കേക്ക് താട്ടോ വണ്ടിയിലെത്തിയപ്പോൾ പൊട്ടിച്ച് നോക്കിയതാണ്. മക്കൾക്ക് ഉണ്ടാക്കും ചോക്ലേറ്റാണ് മുത്തൂനും വേണ്ടിയെന്ന് നടക്കുന്നത്. ഒരു ചോക്ലേറ്റ് എടുത്ത് ഞാനും മോനും സ്ട്രോബെറിൻ്റെ ആട്ടോ എടുത്ത്. അതാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. എനിക്ക് ചോക്ലേറ്റിനേക്കാണ് ഇഷ്ടമുള്ളത് സ്ട്രോബെറി ആട്ടോ. മക്കൾക്കാണെങ്കിൽ ചോക്ലേറ്റാണ്. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമാണല്ലോ അല്ലേ. അങ്ങനെ ഓരോ തക്കോല് പൊട്ടിച്ചൊക്കെ എൻ്റെ റിഫുമോനിക്ക് പൊട്ടിച്ച് തരിക കേട്ടോ. എന്നാൽ പോയൊക്കെ ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് സിനിമാക്കും ആണ് ടേസ്റ്റ് ചെയ്യുക, റിഫുമോനും ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്. വല്യമ്മ പറഞ്ഞ സ്ട്രോബെറി ആ ടേസ്റ്റ് ഉള്ള ചോക്ലേറ്റിനേക്കാണ്, മുത്തന് ചോക്ലേറ്റ് ആ ടേസ്റ്റ് ഉള്ളത് സ്ട്രോബെറിനേക്കാണ്. ഓരോ ആട്ടും കൂട്ടമൊക്കെ അങ്ങനെയൊക്കെ ചർച്ച ചെയ്ത് പിന്നെ എല്ലാവരും ആട്ടും കൂട്ടമൊക്കെ കടിച്ച് നിന്ന് നോക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട സ്ട്രോബെറി തന്നെയാണ് കേട്ടോ. മക്കൾക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഓരോരുത്തർ ഇഷ്ടമാണല്ലോ. ഇങ്ങനെ വണ്ടി ഞങ്ങളൊക്കെ കഴിച്ച് തിരിച്ച് പുറയിലേക്ക് തന്നെ പോകുന്ന കിട്ടോ. വേഗം പോരുകയും ചെയ്തിക്ക്. ഞാൻ വെറുതെ ഒന്ന് നെസ്റ്റോയിലേക്ക് പോയതാണ്. ഓല് ഇങ്ങോട്ട് വേഗം വരികയാണ്. ഞാൻ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലായിരുന്നു. ഓല് പറഞ്ഞ ഞങ്ങൾ നെസ്റ്റോയിലുണ്ട്, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരി പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോയതല്ലേ. ഞാൻ പോകുന്നില്ല കേട്ടോ. നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും വോയിസ് എടുക്കാനും അല്ലാത്ത പണികളും പിന്നെ ശാസ്കരിക്കാനൊക്കെ ഉണ്ടാകുമല്ലോ. ഒക്കെ ഒരേ കുത്തി ചെയ്ത് കഴിഞ്ഞാൽ സമാധാനമാണല്ലോ. പിന്നെ ഓരൊക്കെ പോകുമ്പോഴാണെങ്കിൽ ഇവിടെ കുത്തി നാട്ട് നിൽപ്പരിയില്ല. നമ്മളെ നാട്ടിൽ നമ്മൾ മരുഭാഗം കൊടുത്താൽ പുറത്തിറങ്ങിയൊന്നുമില്ല, ആരും ഇല്ലാണ്ടൊന്നും. ഇവിടെ പിന്നെ മരുവിന് ശേഷമാണല്ലോ എല്ലാവരും പുറത്തിറങ്ങുക. നാട്ടിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ പോകുകയൊക്കെ ചെയ്തിട്ടാണെങ്കിൽ പരാതികളും പരിഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ഇവിടുന്ന് പിന്നെ ആരും ചോദിക്കാനും പറയാനൊന്നും ഉണ്ടാവില്ല. നിങ്ങളെവിടെ പോയതായിരുന്നു, നിങ്ങളെവിടെ പോകുകയാണെന്നോ ഒന്നും ആരും ചോദിക്കാനും ഉണ്ടാവില്ല, പറയാനും ഉണ്ടാവില്ല. ഇഷ്ടമുള്ളപ്പം പോവുകയും വരികയൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെ ബ്രെഡും ജാമും കൂടി തിന്നാണ് കേട്ടോ. അതിന് വാവ
ഓന് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ട് പറഞ്ഞ് കളിച്ചിന്. ഓൻ കാണാണ്ട് ഞാൻ വീഡിയോ എടുക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ മക്കളെ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. മറ്റൊരു വീഡിയോ